വെള്ളൂർ സ്കൂളിൽ യൂറിക്ക ബാലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ഇന്നും നാളെയുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന യൂറിക്ക ബാലോത്സവം B25 വൈബിന് വെള്ളൂർ സ്കൂളിൽ തുടക്കമായി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ശാസ്ത്ര കുതുകികളായ 300ഓളം കുട്ടികൾ 300ഓളം ബലൂണുകൾ പറത്തിക്കൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ബാലവേദി ഗാനത്തോടെ നടന്ന സമ്മേളനത്തിൽ നക്ഷത്ര പ്രമോദ് സ്വാഗതവും P. ശ്രീനന്ദ അധ്യക്ഷതയും വഹിച്ചു. സയൻസ് സ്ലാം വിജയികളായ സ്നേഹാദാസും ഡോക്ടർ യദു കൃഷ്ണനും ചേർന്ന് ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾക്ക് ശാസ്ത്രം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. വീട്ടിലെ അമ്മമ്മയ്ക്ക് ശാസ്ത്രം അറിയോ? ഇല്ല. അമ്മമ്മയ്ക്ക് ശാസ്ത്രം അറിയോ? മുത്തശ്ശിന് ശാസ്ത്രം അറിയോ? അറിയാം. അറിയില്ല എന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അമ്മമ്മയ്ക്ക് ശാസ്ത്രം അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ശാസ്ത്രം അറിയാം അല്ലേ? എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാൻ കാരണം, നമ്മളുടെ ജീവിതത്തില് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ശാസ്ത്രത്തിന്റെ ചില കുറുക്ക് വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വീട്ടില് തൈര് ഉണ്ടാക്കാറില്ലേ, മോര് അല്ലേ? അതിൽ ശാസ്ത്രം ഉണ്ടോ? ഉറക്കങ്ങോട്ട് പോരട്ടെ, ഉണ്ട്. അപ്പോ ശാസ്ത്രം ഉണ്ടെങ്കിൽ അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവം കൂടി വേണ്ടേ? അതെന്തായിരിക്കും? സ്യൂഡോ സയൻസ് അല്ലേ? സയൻസ് ഉണ്ടെങ്കിൽ സയൻസിന് എന്തുണ്ട്? ഒരു സ്യൂഡോ സയൻസും ഒരുമിച്ച് വളരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തണം. എന്ത് വളർത്തണം? ശാസ്ത്രബോധം വളർത്തണം. ഒരു 23 കൊല്ലം മുമ്പ് ഞാനൊരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. എൻ്റെ ആദ്യത്തെ സഹവാസ ക്യാമ്പ് ഇതേ വെള്ളൂർ സ്കൂളിൽ ഇതുപോലെ നിങ്ങളെപ്പോലെ ഞാൻ വന്നിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ ആദ്യത്തെ സഹവാസ ക്യാമ്പ് അത് ഇതേ പരിഷത്ത് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ജ്യോതിശാസ്ത്ര ക്യാമ്പായിരുന്നു. നക്ഷത്ര നിരീക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങളെ പോലെ ഒരാളായിട്ട് വന്ന് ഇവിടെ നിന്നിട്ട് വീണ്ടും ഇങ്ങനെ താടിയൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു വട്ടം പൂർത്തിയാക്കലാണ്. അപ്പോൾ ഇനി ഇതുപോലെ ഒരു വലിയ യാത്രയിൽ നിങ്ങൾക്കും ഭാഗമാക്കാവാൻ പറ്റട്ടെ. പല രീതിയിൽ പല സൈസ് താടിയിൽ, പല കളർ താടിയിൽ നിങ്ങൾ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കാൻ പറ്റട്ടെ ഞാൻ ആശംസിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ C. കൃഷ്ണൻ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. PV ദിവാകരൻ, KB സുധാകരൻ, A. മുകുന്ദൻ, ജോജി കൂട്ടുമ്മൽ, ദേവിക KK, L. ശൈലജ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. KV അനിരുദ്ധ് നന്ദിയും പറഞ്ഞു. കുട്ടികൾ തയ്യാറാക്കിയ റീലുകളുടെ പ്രദർശനം, മാലിന്യ സംസ്കരണം പ്രോജക്റ്റ്, ജീവപരിണാമം, പ്രപഞ്ചപരിണാമം, ആകാശ നിരീക്ഷണം തുടങ്ങിയ നിരവധി സെഷനുകൾ ബാലോത്സവത്തിൻ്റെ ഭാഗമായി നടക്കും. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയാവും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. Could this be a moment? Got it! One of the great catches! And the pressure you will never see! My goodness gracious me!
മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.